ഹലോ മുത്തുമണീസ്. അപ്പോൾ ദേ മഴ പെയ്താലും പെയ്തില്ലെങ്കിലും കുഴപ്പം അല്ലേ? അപ്പോൾ ദേ മഴ നിൽക്കാണ്ട് പെയ്യുന്നുണ്ട്. അപ്പം എന്നാൽ മൊയ്തീന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കണം. അപ്പോൾ നമ്മൾ സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങളുടെ അത്ത പഠിച്ചത് എല്ലാവരും ഈ ബോയ്സിലും ഗേൾസിലും പ്രൈമറിയിലൊക്കെ ആയിട്ടാണ് പഠിച്ചത് കേട്ടോ. ഇപ്പോൾ സ്കൂളിൻ്റെ മുഖച്ചായൊക്കെ മാറി. ഇപ്പം നല്ല ഗംഭീരമായ സ്കൂളുകളായി. ഇനിയും ഫ്ലോട്ടുകൾ പണിതുകൊണ്ടിരിക്കുക അതിൻ്റെ മുകളിൽ കേട്ടോ. അപ്പോൾ പൂച്ചയ്ക്ക് ഞങ്ങൾക്ക് തീറ്റ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇപ്പം മീൻ മേടിച്ച് കൊടുക്കണ്ടെന്ന് വെച്ചാൽ അവർക്ക് വയറിന് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ തീറ്റ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് പലചരക്ക് സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. അപ്പം മാളു പലചരക്ക് വാങ്ങാൻ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ. മോള് പോയാണൊക്കെ മേടിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ അബുക്കുട്ടൻ്റെ ഓട്ടോറിക്ഷ പോണ് കണ്ടു. അബുക്കുട്ടൻ ഞങ്ങളെ കണ്ടുവെന്ന് അറിയില്ല. അപ്പോൾ അതേ പൂച്ചയ്ക്ക് ഹാപ്പിയായി. പൂച്ചയ്ക്ക് ഇതേ തീറ്റ നമ്മൾ മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അവരത് കഴിക്കുന്നൊക്കെ ഉണ്ട്. നാടൻ പൂച്ചയ്ക്കുള്ള തീറ്റയാണ് മേടിച്ചത്. അപ്പോൾ അത് ഇന്നലെ ഞങ്ങളുടെ അണ്ണൻ വന്നപ്പോൾ പറയുക ചെയ്ത നാടൻ തീറ്റ മേടിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു തവണ മിഷോന്നാണ് മേടിച്ചത്. അപ്പോൾ ഇത് അതിനേക്കാളും ബെറ്ററാണ് ഇതെന്ന് പറഞ്ഞു. എന്തേ അടിച്ചൊക്കെ വാരിയിട്ട് ചവറൊന്നും തന്നെ ഞാൻ പോവില്ല എന്നുള്ള വാശിയിലാണ് ചവറ്. സബീലാണെങ്കിൽ വിട്ടും കൊടുക്കണില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ കോലുമിഠായി മാളൂട്ടി മണിക്കുട്ടിക്ക് മേടിച്ചു കൊണ്ടുണ്ടായി. ഇവന് ഭയങ്കര ഇഷ്ടമാണ് കോലുമിഠാണി അല്ല കോലുമിഠായി നമ്മുടെ മണിക്കുട്ടിക്ക്. അപ്പോൾ അതെ കോലുമിഠായി ചപ്പി കഴിക്കാൻ പറഞ്ഞിട്ട് ആൾ 2 കടിയിൽ അവസാനിപ്പിച്ച് മിഠായി തീറ്റയും കഴിഞ്ഞ് കോലും വീക്കി ആൾ കളഞ്ഞു. അങ്ങനെ നമ്മുടെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ 4 മണിക്ക് പത്തിരി ഉണ്ടായിരുന്നു കാലത്തെ കുറേ. അപ്പോൾ ഇനി രാത്രിക്ക് കറിയും ഇത്തിരി കുറവാണ്. പിന്നെ ആദിമയുടെ മോളെയും കാത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റോട്ടിലേക്ക് നോക്കി കിടക്കണതാണ് കാണുന്നത്. അപ്പം ഞങ്ങളിതേ മുട്ട കറി വെച്ചു. മുട്ട ഉടച്ചൊഴിച്ചുള്ള കറിയാണ്. സംഭവം നല്ല കിടുവായിരുന്നു. മുട്ടയിലൊക്കെ നല്ല എരിവ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ മഴ തകർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടാ. അപ്പം നമുക്ക് മഴയത്ത് ഒരു ചൂടൻ കട്ടൻ ചായയും കുടിക്കുക, എന്തെങ്കിലും പുല്ലിയോ അല്ല വേറെ എന്തെങ്കിലും സ്നാക്സോ പരിപ്പ് വടയോ ഉന്നടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ഒരു സുഖമാണല്ലേ. അതിന് വേറൊരു വൈബാണ്. അപ്പോൾ കട്ടൻ ചായ കുടിച്ച് ഞങ്ങൾ മഴയുടെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മക്കളെല്ലാം എത്തി. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ടാറ്റാ ബൈ ബൈ.